ശ്രീരാമ പാദങ്ങളിൽ എൻ്റെ ഭക്തിപ്രണാമം. രാമായണ മാസം സമാഗതമാവുകയാണ്. നമ്മളൊക്കെ രാമായണം പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. രാമായണം രാമൻ്റെ അയനമാണ്, രാമൻ്റെ യാത്ര. രാമൻ്റെ ഈ യാത്ര നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു യാത്രാ വിവരണം വായിക്കുന്ന ലാഘവത്തോടെ അതിനെ കണ്ടാൽ മതിയോ? അങ്ങനെ കണ്ടതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? നോക്കൂ, രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രാമൻ രമിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ എന്നാണ്. രമിപ്പിക്കുന്നവനാണ് രാമൻ, ആനന്ദിപ്പിക്കുന്നവനാണ് രാമൻ. പക്ഷേ ആ രാമൻ്റെ ജീവിതം നോക്കൂ, നിറയെ ദുഃഖമയമാണ്. രാമായണം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, രാമന് സന്തോഷത്തേക്കാൾ കൂടുതൽ, സന്തോഷമൊക്കെ ആ ഒരു സന്ദർഭങ്ങൾ വളരെ 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 പരിമിതമാണ്. കൂടുതൽ സമയവും ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് ശ്രീരാമൻ കടന്നു പോകുന്നത്. അപ്പോൾ അതാണ് ചോദ്യം. രാമൻ രമിപ്പിക്കുന്നവനാണെങ്കിൽ, ആനന്ദിപ്പിക്കുന്നവനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ ദുഃഖങ്ങൾ രാമന് അനുഭവിക്കേണ്ടി വന്നത്? ആ രാമജീവിതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സുഖമാണ് ഉണ്ടാവുക? ഇത് വലിയൊരു വൈരുദ്ധ്യമാണെന്ന് തോന്നാം, അല്ലേ? അതാണ് രാമായണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യവും. കാരണം രാമൻ ഈ ലോകം കണ്ട ഏറ്റവും മികച്ച ലൈഫ് കോച്ചാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ആളുകൾ, ലൈഫ് കോച്ച്. അങ്ങനെയുള്ള ലൈഫ് കോച്ചുമാരിൽ ഈ ലോകം കണ്ട ഏറ്റവും മികച്ച ലൈഫ് കോച്ചാണ് ശ്രീരാമൻ. കാരണം ശ്രീരാമൻ നമ്മളോട് പറയുന്നു, ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ് ദുഃഖങ്ങൾ. ദുഃഖങ്ങളില്ലാത്ത ജീവിതം ഒരാൾക്കും ഉണ്ടാവില്ല. നമ്മൾ കരുതും കുറേ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ പിന്നീട് ദുഃഖങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്കുള്ളിൽ ഈ കേരളത്തിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നമ്മുടെ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലും ആത്മഹത്യ ചെയ്ത കോടീശ്വരന്മാരുടെ എണ്ണം എത്രയാ? ഒരുപാട് പേരുണ്ട്, അല്ലേ? അവർക്ക് സമ്പത്തില്ലാഞ്ഞിട്ടാണോ? ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി ഉള്ളവരാണ് അവര്. പക്ഷേ അവരെ എന്തൊക്കെയോ ദുഃഖങ്ങൾ അലട്ടിയിരുന്നു. ആ ദുഃഖങ്ങളെ എങ്ങനെ നേരിടണം എന്ന് അവരുടെ കയ്യിലുള്ള സമ്പത്ത് അവരെ പഠിപ്പിക്കുന്നില്ല. അവർക്ക് ആ ദുഃഖങ്ങളെ നേരിടാൻ സാധിക്കാതെ ഈ കോടീശ്വരന്മാർ ആത്മഹത്യയിൽ അഭയം കാണുകയാണ്. അപ്പോൾ സമ്പത്ത് ഉണ്ടായത് കൊണ്ട് ജീവിതത്തിൽ ദുഃഖങ്ങളില്ലാതാവുമോ? അതല്ലെങ്കിൽ ചിലര് കരുതും മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദുഃഖവും ഉണ്ടാവുകയില്ല എന്ന്. നോക്കൂ, നീറ്റ് പരീക്ഷ അത് ക്യാൻസൽ ചെയ്തു. പുനഃപരീക്ഷയൊക്കെ സർക്കാർ പിന്നീട് നടത്തുകയുണ്ടായി. പക്ഷെ അതിനിടയ്ക്ക് എത്ര കുട്ടികളാണ് ഈ നീറ്റ് പരീക്ഷയുടെ ആ ഒരു സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തത്? അച്ഛനമ്മമാർക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖം സമ്മാനിച്ചുകൊണ്ട് അവർ കടന്നുപോയി. അപ്പം മക്കളുണ്ടായാലും പരിഹാരമാവുന്നില്ല മനുഷ്യൻ്റെ ദുഃഖത്തിന്. ഇനിയോ ചിലർ പറയും സൗന്ദര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം ആയി. ഏതെങ്കിലും സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ പോയാൽ മതിയല്ലോ. അങ്ങനെ സൗന്ദര്യം ഒരു ശാപമായി മാറിയ എത്രയോ പേരുടെ കഥകളാണ് നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഈ സിനിമാ മേഖലയിൽ നിന്നൊക്കെ. അപ്പൊ ഇതൊന്നും ജീവിതത്തിൽ ദുഃഖം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നില്ല. ഏതൊരാളുടെ ജീവിതത്തിലാണെങ്കിലും ശരി, എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ മനസ്സിൽ ഈ ദുഃഖം ഉള്ളവരാണ് എല്ലാ മനുഷ്യരും. അപ്പോ ശ്രീരാമൻ നമ്മളോട് പറയുന്നു, ദുഃഖം ഒഴിവാക്കിക്കൊണ്ട് സന്തോഷം മാത്രമുള്ള ഒരു ജീവിതം നിങ്ങൾ കാക്ഷിക്കുകയേ വേണ്ട. അത് അസംഭവ്യമാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?
അവിടെയാണ് രാമായണത്തിന്റെ പ്രസക്തി. രാമൻ പറയുന്നത് ഈ ദുഃഖങ്ങളെ, രാമജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ഈ ദുഃഖങ്ങളെ എങ്ങനെ നേരിട്ടുകൊണ്ട് വിജയകരമായിട്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കാം എന്നുള്ളതാണ്. ആ ഒരു പാഠമാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ രാമായണം ഈ കർക്കിടക മാസത്തിൽ, വരാൻ പോകുന്ന കർക്കിടക മാസത്തിൽ രാമായണം കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് രാമന്റെ ജീവിതം നമുക്ക് എന്ത് പകർന്നു തരുന്നു, അത് ജീവിതത്തിൽ ഈ പ്രാവശ്യം മുതൽ ഞാൻ ഉൾക്കൊള്ളാത്തവർ ഉണ്ടെങ്കിൽ ഇനി രാമായണം പാരായണം ചെയ്യുമ്പോൾ അത് കേവലം മോക്ഷത്തിനോ പുണ്യത്തിനോ അതൊക്കെ പിറകെ വന്നുകൊള്ളും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന വിഷയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നൽകുന്ന മഹാഗ്രന്ഥമാണ് രാമായണം. അതാണ് രാമന്റെ അയനം.